തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ 6 കോടി രൂപ അനുവദിച്ചതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി വന്ന അപേക്ഷകളിൽ പ്രാദേശിക റോഡുകളുടെ നിർമ്മാണത്തിനായാണ് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചത്. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ 29 റോഡുകൾ നവീകരിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. മുക്കം നഗരസഭയിലെ നീലേശ്വരം കല്ലൂട്ടി റോഡിന് 30 ലക്ഷവും, കുറ്റിപ്പാല ശിവക്ഷേത്രം റോഡിന് 20 ലക്ഷവും, തോട്ടത്തിൻകടവ് കുന്നത്തുപറമ്പ് നെല്ലിക്കാപ്പൊയിൽ റോഡിന് 25 ലക്ഷവും, കുറിഞ്ചോൽപ്പൊയിൽ വടക്കുംകര റോഡിന് 15 ലക്ഷവും, രാമൻ തൊടിക കുന്തം തൊടിക അഗസ്ത്യൻമുഴി റോഡിന് 20 ലക്ഷം രൂപയും അനുവദിച്ചു. മേച്ചേരി മുതുകുറ്റി റോഡിന് 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഹൈസ്കൂൾ നടുപ്പറമ്പ് പുൻകേബി റോഡിന് 15 ലക്ഷവും, വാളേപ്പാറ കണ്ണാമ്പറമ്പ് റോഡിന് 20 ലക്ഷവും, കുന്നുമ്മൽ തേലീർ റോഡിന് 20 ലക്ഷം രൂപയും അനുവദിച്ചു. കാരശ്ശേരി പഞ്ചായത്തിലെ പുതിയടത്ത് താഴത്ത് നാഗരിക്കുന്നത്ത് റോഡിന് 20 ലക്ഷം രൂപയും, മലാങ്കുന്ന് പൂവത്തിക്കൽ റോഡിന് 15 ലക്ഷം രൂപയും, പടിഞ്ഞാറേച്ചേരി കാക്കേരിക്കുന്നത്ത് റോഡിന് 15 ലക്ഷം രൂപയും അനുവദിച്ചു. കൂടറഞ്ഞി പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് തിരുവമ്പാടി റോഡിന് 30 ലക്ഷം രൂപയും, പെരുമ്പിലമ്പുഴ വള്ളുവൻപുറായി റോഡിന് 20 ലക്ഷം രൂപയും, കാരാട്ടുപാറ SC കോളനി അമ്പലപ്പടി റോഡിന് 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിലെ മറിയപ്പുറം കക്കുണ്ട് റോഡിന് 45 ലക്ഷം രൂപയും, പുല്ലൂരമ്പാറ മോതിരപ്പാറ റോഡിന് 15 ലക്ഷം രൂപയും, സിലോൺ കടവ് ഇരുമ്പകം പാത്തുവേക്ക് 15 ലക്ഷം രൂപയും, കാടോത്തിമല കരിയാത്തൻപാറ ജംഗ്ഷൻ റോഡിന് 20 ലക്ഷം രൂപയും, ഇലഞ്ഞിക്കൽ ചക്യാലത്ത് റോഡിന് 15 ലക്ഷം രൂപയും അനുവദിച്ചതായും MLA പറഞ്ഞു. കോടഞ്ചേരി പഞ്ചായത്തിലെ കരിമ്പാലക്കുന്ന് ഈയാലിൽ ഈരോഡ് ബൈപ്പാസ് 25 ലക്ഷം രൂപയും, കുറുമണ്ണ് തൈക്കൂട്ടമ്പടി റോഡിന് 15 ലക്ഷം രൂപയും, വലിയ കൊല്ലി പൊട്ടൻകോട് കുരങ്ങമ്പാറ റോഡിന് 25 ലക്ഷം രൂപയും, ചെമ്പിലി മണൽക്കടവ് റോഡിന് 25 ലക്ഷം രൂപയും, പാലക്കൽ അംഗൻവാടി മിച്ചഭൂമി റോഡിന് 30 ലക്ഷം രൂപയും അനുവദിച്ചു. പുതുപ്പാടി പഞ്ചായത്തിലെ റാട്ടക്കുന്ന് പുല്ലുമല റോഡിന് 25 ലക്ഷം രൂപയും, സൗത്തിങ്ങാപ്പുഴ 4 ഏക്കർ ബൈപ്പാസിന് 15 ലക്ഷം രൂപയും, വള്ളിക്കെട്ട് GHSS റോഡിന് 15 ലക്ഷം രൂപയും, കല്ലടിക്കുന്ന് ജലനിധി റോഡിന് 15 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.